Hello students, welcome to Engineering Assignments. Engineering Assignments ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഇഷ്യൂസ് ഇൻ ഡിസിഷൻ ട്രീ ലേണിംഗ് ആണ്. സോ മെയിൻ ഇഷ്യൂസ് 5 എണ്ണമാണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അവോയ്ഡിങ് ഓവർ ഫിറ്റിംഗ് ഓഫ് ദ ഡാറ്റ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓവർ ഫിറ്റിംഗ് ഓഫ് ദ ഡാറ്റയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഓവർ ഫിറ്റിംഗ് ഓഫ് ദ ഡാറ്റ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ഹൈപ്പോത്തിസിസ് ചിലപ്പോൾ ട്രെയിനിങ് സമയത്ത് നന്നായി പെർഫോം ചെയ്യും, പക്ഷേ ടെസ്റ്റിംഗ് സമയത്ത് അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് ഡാറ്റയാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ ആ സമയത്ത് ഈ ഹൈപ്പോത്തിസിസ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെന്നില്ല. ആ സമയത്ത് ഓവർ ഫിറ്റിംഗ് വരും. സോ ഓവർ ഫിറ്റിംഗ് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് റെഡ്യൂസ്ഡ് എറർ പ്രൂണിംഗ് ഉണ്ട്, ഒന്ന് റൂൾ പോസ്റ്റ് പ്രൂണിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ റെഡ്യൂസ്ഡ് എറർ പ്രൂണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ അടുത്ത വരുന്ന സ്ലൈഡുകളിൽ പഠിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഇൻകോപ്പറേറ്റിംഗ് കണ്ടിന്യൂസ് വാല്യൂഡ് ആട്രിബ്യൂട്ട്. സോ എപ്പോഴും നമ്മളൊരു ഫിക്സഡ് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട് ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും കൂടുതൽ എടുക്കുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സ് തന്നെ വരണമെന്നില്ല. കണ്ടിന്യൂസ് വാല്യൂഡ് ആട്രിബ്യൂട്ട് ഒക്കെ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ഡിസിഷൻ ട്രീയിൽ ഇത് അലൗ ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വാല്യൂഡ് ആട്രിബ്യൂട്ടിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് തിരിച്ചിട്ട് അതിനെ ഡിസിഷൻ ട്രീയിൽ ഉപയോഗിക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മെഷർ ഫോർ സെലക്ടിങ് ആട്രിബ്യൂട്ട്. ഡിസിഷൻ ട്രീയിൽ നമ്മൾ ആട്രിബ്യൂട്ടിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഇൻഫർമേഷൻ ഗെയിൻ വഴിയാണ് സെലക്ട് ചെയ്തത്. ഇൻഫർമേഷൻ ഗെയിൻ വഴി സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഏതിനെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഗെയിൻ വന്നിട്ടുള്ളത് അതായിരിക്കും നമ്മുടെ റൂട്ടായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് അല്ലാണ്ട് വേറെ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഡിസിഷൻ ട്രീയിൽ ഇല്ല. നെക്സ്റ്റ് വൺ, ഹാൻഡ്ലിംഗ് ട്രെയിനിങ് സെറ്റ് വിത്ത് മിസ്സിംഗ് വാല്യൂ. അപ്പോൾ ഇവിടെ മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ചില ആട്രിബ്യൂട്ട്സിൽ ട്രെയിനിങ് ഡാറ്റ മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഡിസിഷൻ ട്രീയിൽ ഇങ്ങനെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസിഷൻ ട്രീ ലേണിംഗ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പം നമ്മൾ മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഡിസിഷൻ ട്രീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഹാൻഡ്ലിംഗ് ആട്രിബ്യൂട്ട് വിത്ത് ഡിഫറിങ് കോസ്റ്റ്. ചില സമയത്ത് ചില ആട്രിബ്യൂട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സമയത്തൊന്നും നമുക്ക് ഡിസിഷൻ ട്രീ ഉപയോഗിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വളരെയധികം കോംപ്ലെക്സ് ആയ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ട് വേണം നമ്മളിവിടെ ആട്രിബ്യൂട്ടിന് ഡിഫറെൻറ്റ് വെയിറ്റേജ് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ പഠിക്കുക അവോയ്ഡിങ് ഓവർ ഫിറ്റിംഗ് ഓഫ് ദ ഡാറ്റ. നമ്മൾ ഡിസിഷൻ ട്രീ വരച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഡിസിഷൻ ട്രീനെ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിനെ ഡീപ്പായിട്ട് പോയിട്ട് ലാസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ലേബിൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, so when we construct a decision tree, the various branches are grown just deeply enough to perfectly classify the training examples. അപ്പോൾ കൂടുതൽ ഡീപ്പായി പോകണ അനുസരിച്ചാണ് നമുക്ക് കറക്റ്റ്ലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് such technique can result in overfitting of the data. എപ്പോഴാന്ന് വെച്ചാൽ അതിൽ നോയ്സ് വരുന്ന സമയത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ട്രെയിനിങ് എക്സാമ്പിൾ വളരെയധികം കുറവായിരിക്കും. ഇങ്ങനത്തെ സമയത്താണ് ലേണിംഗ് ടെക്നിക്കിൽ ഓവർ ഫിറ്റിംഗ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡെഫിനിഷൻ ഓഫ് overfitting പറയാം. We say that an hypothesis overfits the training examples if some other hypothesis that fits the training examples less well actually performs better over the entire distribution of instances, including instances beyond the training set. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഹൈപ്പോത്തിസിസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഹൈപ്പോത്തിസിസിൽ ഒരു ഹൈപ്പോത്തിസിസ് ട്രെയിനിങ് സമയത്ത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും, പക്ഷേ എല്ലായ്പ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ വേറൊരു ഹൈപ്പോത്തിസിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ട്രെയിനിങ് സമയത്ത് മാത്രമല്ല, അതേപോലെ തന്നെ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഇൻസ്റ്റൻസസ് ദാറ്റ് ഇസ് ബിയോണ്ട് ദ ട്രെയിനിങ് സെറ്റും അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോണത് ഇമ്പാക്റ്റ് ഓഫ് ഓവർ ഫിറ്റിംഗ്. ഞാനൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് സൈസ് ഓഫ് ദ ട്രീ വിച്ച് ആർ നമ്പർ ഓഫ് ദ നോട്ട്സ്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ ഞാൻ ഡിനോട്ട് ചെയ്തിട്ടുള്ള ആക്യുറസിയാണ്. So we can see that the accuracy of the tree of the training example increases monotonically, whereas the accuracy measured over the independent test samples first increases then decreases. See this, ഇവിടെ സോളിഡ് ആയിട്ട് കാണിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ട്രെയിനിങ് സമയത്തുള്ള ഡാറ്റയെ പറ്റി പറയുന്നത്. ഇതിൽ പറയുന്നത് വെച്ചാൽ എപ്പോഴാണോ ദ സൈസ് ഓഫ് ദ ട്രീ ഇൻക്രീസസ് ദ ആക്യുറസി ഓൾസോ ഇൻക്രീസസ്. ബട്ട് ഡ്യൂറിങ് ദ ടെസ്റ്റിംഗ്, നിങ്ങൾ നോക്കി ടെസ്റ്റിംഗ് സമയത്തുള്ളതാണ് ഈ ഡാഷ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ സമയത്ത് എന്ത് സംഭവിക്കും? ഒരു സമയം വരെ ആക്യുറസി ഇൻക്രീസ് ആവും, പക്ഷേ അത് കഴിഞ്ഞ് ഒരു 25 വരാൻ തുടങ്ങുമ്പോൾ തന്നെ
ഇത് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരാം. ദാറ്റ് മീൻസ് ദാറ്റ് ദ ആക്യുറസി മെഷേർഡ് ഓവർ ദ ഇൻഡിപെൻഡന്റ് ടെസ്റ്റ് സാമ്പിൾ ഫസ്റ്റ് ഇൻക്രീസസ് then it decreases. അടുത്തതായിട്ട് അപ്രോച്ചസ് ടു അവോയ്ഡ് ഓവർ ഫിറ്റിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് പ്രൂണിങ് എന്ന്. Pruning is a technique that reduces the size of the decision tree by removing the section of the tree that provides little power to classifying instances. അപ്പോൾ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ ട്രീയുടെ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. അത് എങ്ങനെയാണ് നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇൻസ്റ്റൻസിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത്. ഗിവ്സ് ലിറ്റിൽ പവർ ഓർ ലിറ്റിൽ ഇമ്പോർട്ടൻസ് ടു ക്ലാസിഫൈ ദ ഇൻസ്റ്റൻസ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പവർ അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻസ് തരണമുള്ളെങ്കിൽ നമ്മൾ ആ ഇൻസ്റ്റൻസിനെ റിമൂവ് ചെയ്ത് കളയും. നമ്മളിങ്ങനെ സൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസിഫൈൻ്റെ കോംപ്ലെക്സിറ്റി കുറയും അല്ലേ. ഹെൻസ് ഇംപ്രൂവിങ് പ്രെഡിക്റ്റീവ് ആക്യുറസി. സോ നമ്മളെ പ്രെഡിക്റ്റീവ് ആക്യുറസി ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങും ബൈ റെഡ്യൂസിങ് ദ ഓവർ ഫിറ്റിംഗ്. ഇനി പ്രൂണിങ് 2 ടൈപ്പിലുണ്ട്. ഒന്ന് പ്രീ പ്രൂണിങ്ങും രണ്ടാമത്തത് പോസ്റ്റ് പ്രൂണിങ് ആണ്. പ്രീ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ പ്രൂണിങ് ഏർലിയർ, ദാറ്റ് ഇസ് ബിഫോർ ഇറ്റ് റീച്ചസ് ദ പോയിന്റ് വെർ ഇറ്റ് പെർഫെക്റ്റ്ലി ക്ലാസിഫൈസ് ദ ട്രെയിനിങ് ഡാറ്റ. സോ ഇവിടെ പോസ്റ്റ് പ്രൂണിങ് ആണ് അടുത്ത ടെക്നിക്ക്. പോസ്റ്റ് പ്രൂണിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്ലാസിഫൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത്. സോ വി മേ അലൗ എ ട്രീ ടു ഓവർഫിറ്റ് ദ ഡാറ്റ, then we post prune the tree. നമുക്ക് പ്രീ പ്രൂൺ ചെയ്യുമ്പോഴും പോസ്റ്റ് പ്രൂൺ ചെയ്യുമ്പോഴും നമുക്ക് ട്രീയുടെ കറക്റ്റ് സൈസ് അറിഞ്ഞിരിക്കണം. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ് പ്രൂൺ ചെയ്യുമ്പോൾ വേണ്ടത്. സോ ഇനി നമ്മൾ സിലബസിൽ പറയുന്നത് റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ് ആണ്. അത് നമ്മുടെ പ്രൂണിങ്ങിൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റെഡ്യൂസ്ഡ് എറർ പ്രൂണിങ്ങിൽ നമ്മൾ എന്ത് ഡിസിഷൻ ട്രീനെയും നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ അതിനെ കാൻഡിഡേറ്റ് ഫോർ pruning ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. So in reduced error pruning, we consider each of the decision tree to be a candidate for pruning. പിന്നെ ഡിസിഷൻ ട്രീ പ്രൂൺ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, റിമൂവിങ് ദ സബ് ട്രീ റൂട്ടഡ് അറ്റ് ദാറ്റ് നോഡ് വിൽ മേക്ക് ഇറ്റ് ആസ് എ ലീഫ് നോഡ്. ആ ലീഫ് നോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഈ ലീഫ് നോഡിന് എന്ത് ലേബിളായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് അസൈൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രെയിനിങ് എക്സാമ്പിളിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഏത് ലേബിളാണ് ആ ലേബിളായിരിക്കും നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത്. സോ assigning it the most common classification of the training example affiliated to that node. അടുത്തതായിട്ട് നമ്മൾ എന്ത് ബേസിസിലാണ് നമ്മൾ ഈ നോട്ട്സിനെ പ്രൂൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വാലിഡേഷൻ സെറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഒരു നോഡിനെ അല്ലെങ്കിൽ ഒരു ട്രീനെ പ്രൂൺ ചെയ്യണോ വേണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ നോട്ട്സ് ആർ പ്രൂൺഡ് ഐറ്ററേറ്റീവ്ലി ബേസ്ഡ് ഓൺ ദിസ് വാലിഡേഷൻ സെറ്റ്. ഓക്കെ, നമ്മൾ ഒരു നോഡിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു, പക്ഷെ പ്രൂൺ ചെയ്തപ്പോഴും അതിന് വേറൊരു വ്യത്യാസങ്ങൾ അതിനകത്ത് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോട്ട്സിനെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. സോ നോട്ട്സ് ആർ റിമൂവ്ഡ് ഓൺലി ഇഫ് ദ റിസൾട്ടിംഗ് പ്രൂൺഡ് ട്രീ പെർഫോം നോ worse than the original over validation set. And nodes are pruned iteratively, always choosing the node whose removal most increases the accuracy over the validation set. So pruning of the node is continued until further pruning decreases the accuracy over the validation set. അപ്പോൾ ഇത് എവിടം വരെ കണ്ടിന്യൂ ചെയ്യുന്നത്? എത്രത്തോളം നമ്മുടെ ആക്യുറസി നമുക്ക് കിട്ടുന്നു അത്രത്തോളം നമ്മൾ പ്രൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബ്ലം ഓഫ് മിസ്സിംഗ് ആട്രിബ്യൂട്ട്സ് ആണ്. സോ ഇവിടെ ഞാനൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ ഇവിടെ കണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മാർക്കാണ് മിസ്സിംഗ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഈ മിസ്സിംഗ് ആട്രിബ്യൂട്ട്സിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള പഠിക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡിലീറ്റിംഗ് ദ കേസ് വിത്ത് മിസ്സിംഗ് ആട്രിബ്യൂട്ട് വാല്യൂ. സപ്പോസ് കേസ് 1 നമുക്ക് ഇവിടെ ഒരു മിസ്സിംഗ് ആട്രിബ്യൂട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് 1 ഡിലീറ്റ് ചെയ്ത് കളയാം. രണ്ടാമത്തെ മെത്തേഡ് വെച്ചാൽ റീപ്ലേസ് ദ മിസ്സിംഗ് ആട്രിബ്യൂട്ട് വാല്യൂ ബൈ ദ മോസ്റ്റ് കോമൺ വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട്, അസൈനിങ് ഓൾ പോസിബിൾ വാല്യൂസ് ടു ദ മിസ്സിംഗ് ആട്രിബ്യൂട്ട് വാല്യൂ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെ മിസ് ചെയ്ത് പോയിട്ടുള്ള, ഇപ്പോൾ ഈ സപ്പോസ് ഞാൻ ഈ കേസ് 1 ഹെഡ് ഏക്കിൻ്റെ വാല്യൂ ഇവിടെ മിസ്സായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് വന്നിട്ടുള്ള ആട്രിബ്യൂട്ട് വാല്യൂ ഏതാണ്?
ഇവിടെ യെസ് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നോ വന്നിരിക്കുന്നത് വെറും 2 പ്രാവശ്യമാണ്. അപ്പം നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് അപ്പിയർ ചെയ്ത് ഏതാണ്? യെസ് ആണ് അപ്പിയർ ചെയ്തത്. അപ്പം നമുക്കിവിടെ യെസ് ഫില്ല് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ replacing a missing attribute value by the mean for numerical attribute. In case നമുക്ക് ന്യൂമറിക്കൽ ആട്രിബ്യൂട്ട് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടെ ആ ന്യൂമറിക്കൽ ആട്രിബ്യൂട്ടിൻ്റെ മീൻ വെച്ചിട്ടാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ assigning to a missing attribute value that correspond value takes from the closest t cases or replacing a missing attribute value by a new value. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് എന്ന് വെച്ചാൽ ഈ കേസസിൽ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് എടുക്കുക, അല്ലെങ്കിൽ ന്യൂ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാം. So this is about issues in decision tree learning. So students, I hope this is okay for you. Thank you students, and thank you for watching my video.